വീട്ടിൽ മത്തി കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് വറുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ് ചതച്ചെടുക്കുന്നത് ഫസ്റ്റ് തന്നെ. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഈ മത്തിയിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മത്തിയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ നല്ല പുളിവെള്ളമാണ്. ഇത് നമ്മൾ തിക്കായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ലൂസായിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാലയൊക്കെ ആകെ കൊളാവുകയെ. അങ്ങനെ നമ്മളിതാ ഈ ഒരു പുളിവെള്ളം കൂടെ ചേർത്തിട്ട് മസാലയൊക്കെ തേച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ പാൻ ചൂടാക്കി എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് മത്തിക്കുട്ടന്മാരെ ഓരോരുത്തരെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സൈഡ് ആവുമ്പോൾ നിങ്ങൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ മത്തി ഫ്രൈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യില്ലേ? ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.